ഹായ് ഗൈസ്, ഇറ്റ്സ് മീ നീരവ് ആൻഡ് വെൽക്കം ടു എൻഡെക്ബോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏത് ഗെയിമിൻ്റെ ലാഗാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ GTA 5. നിങ്ങൾക്ക് ഈ വാൾപേപ്പറൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ ഈ ഗെയിം കളിക്കാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല, കാരണം അത്രയ്ക്ക് സൂപ്പർ ഗെയിമാണ്. ഞാൻ ഒരു പ്രാവശ്യം കളിച്ച് തീർത്ത ഗെയിമാണ്, നല്ല ഗെയിമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി നല്ല സൂപ്പർ ഗ്രാഫിക്സും നല്ല കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന PC തന്നെയാണ് ഒട്ടുമിക്ക മിഷൻസും എല്ലാം കളിച്ചൊക്കെ തീർത്തത്. എനിക്ക് വലിയ ലാഗൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ആദ്യം ഞാനിതെടുത്ത സമയത്ത് ഇതിനകത്ത് ഒരുപാട് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ PC-യിലൊക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് സെറ്റിങ്സൊക്കെ മാറ്റി കുറച്ച് ഫയൽസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം GTA 5 ലാഗില്ലാതെ ഓടിത്തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ക്യാരക്ടേഴ്സിനൊക്കെ അറിയായിരിക്കും, GTA 5-ലുള്ളതാണ്. ഇത് ഫ്രാങ്ക്ലിൻ, ട്രെവർ, മൈക്കിൾ. അപ്പോൾ ഇവരാണ് ഈ GTA 5-ലെ 3 മെയിൻ ക്യാരക്ടേഴ്സ്. സാധാരണ GTA സീരീസിലെ പോലെ തന്നെ സ്റ്റോറിയാണ്. ഇവരൊക്കെ സൊസൈറ്റിയിൽ കുറച്ച് മാന്യമായ തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നതാണ്, അതായത് കുറേ മോഷണങ്ങളും അങ്ങനെയൊക്കെ നടത്തി ജീവിക്കുന്നതാണ്. അപ്പോൾ ഇതിലെ 3 മെയിൻ ക്യാരക്ടേഴ്സാണ് ഇവർ. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഗെയിമിൻ്റെ ലാഗ് എങ്ങനെ മാറ്റാൻ നോക്കാം. ലാഗ് മാറ്റാൻ നോക്കുന്നതിന് മുമ്പ്, അതായത് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ VRAM എങ്ങനെ കൂട്ടാമെന്ന്. ഞാനിപ്പോൾ ഡിസ്പ്ലേ സെറ്റിങ്സിൽ കാണിച്ചു തരാം. ഡിസ്പ്ലേ അഡാപ്റ്റർ പ്രോപ്പർട്ടീസിൽ ഇവിടെ 576 MB ആയിരിക്കും. സാധാരണ 4400 ഇൻ്റർ ഗ്രാഫിക്സ് മെമ്മറിയിൽ 4 GB ഇൻ്റർ ഗ്രാഫിക്സ് മെമ്മറി 128 MB ആണ് VRAM. പക്ഷേ ഇതെങ്ങനെ മാറ്റി നമുക്ക് 576 ആക്കാം എന്ന് ഞാനൊരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെൻ്റെ ചാനലിൽ കയറി നോക്കുമ്പോൾ, ആദ്യമായിട്ടാണ് കയറുന്നതെങ്കിൽ ചാനൽ ട്രെയിലറിൽ അത് വരും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എൻ കാർഡിൽ കൊടുത്തേക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യം വിഷമിക്കണം. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് അതെന്തായാലും കണ്ടിരിക്കണം, അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലോട്ട് കിടക്കാം. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സ് നമ്മളെ GTA 5-ൻ്റെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മളിവിടെ ഡോക്യുമെൻറ്റ്സ്, ഇതിനകത്ത് ഗെയിമിൻ്റെ ഡയറക്ടറും കാര്യങ്ങളൊക്കെ സേവ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ റോക്ക് സ്റ്റാർ ഗെയിംസിലാണ് GTA 5-ൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ GTA 5-ൻ്റെ ഇവിടെ തന്നെ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ബാക്കപ്പ് എന്ന് പറയുന്നൊരു ഫോൾഡർ കണ്ടോ. ബാക്കപ്പ് എന്ന് പറയുന്ന ഈ ഫോൾഡർ നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പം സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഫയലുണ്ട് കണ്ട. ഈ സെറ്റിങ്സ് എന്ന ഫയലിലാണ് നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്താനുള്ളത്. അപ്പോൾ ഈ സെറ്റിങ്സ് എന്ന ഫയൽ നേരത്തെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ബാക്കപ്പ് എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഈ സെറ്റിങ്സ് അതിലോട്ട് കോപ്പി ചെയ്യണം. ഞാൻ ഇനിയിപ്പോൾ നേരത്തെ ചെയ്തിട്ടാണ് കാണിക്കാത്തത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ താഴെ മെയിൽ ID, എൻ്റെ ഇൻസ്റ്റാഗ്രാം ID, എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ, അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അതിൽ എന്നെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു സെറ്റിങ്സ് ആണ്. അതിൽ നിങ്ങൾ ബാക്കപ്പ് എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ സെറ്റിങ്സ് അതിലോട്ട് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്യുക, എന്തുകൊണ്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കോപ്പി ചെയ്തിട്ട് ഇതിലോട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഈ സെറ്റിങ്സ് ഡിലീറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ബാക്കപ്പാണ്, ഒറിജിനൽ സെറ്റിങ്സിൻ്റെ ബാക്കപ്പാണ്. ഇത് നിങ്ങൾക്ക് ഇനി യൂസ് വരുന്നില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്ത സെറ്റിങ്സ് കളഞ്ഞു പോയാൽ നമുക്ക് തിരിച്ചാ ഒറിജിനൽ സെറ്റിങ്സ് വേണ്ട എങ്കിലേ ഗെയിം ഓടുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ബാക്കപ്പ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ഈ സെറ്റിങ്സിലാണ് ചേഞ്ച് വരുത്താൻ പോകുക. അപ്പോൾ അതിനായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു കാര്യം സേവ് ചെയ്തിട്ടുണ്ട്. ഗെയിമിംഗ് എസെൻഷ്യൽസ് എന്ന് പറഞ്ഞ ഒരു ഫയൽ അതിനെ ഇട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു WinRAR ഫയൽ കിട്ടും. ഇത് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ബെസ്റ്റ് ഹൈ സെറ്റിങ്സ് ഫോർ മീഡിയം ആൻഡ് ലോ PC എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഫയൽ നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് ആയിട്ട് കിട്ടും. അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യാൻ കൊടുത്താൽ മതി. അപ്പോൾ അത് വരും. WinRAR എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കണ്ട ലോ എൻഡ് സൂപ്പർ മാക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. നിങ്ങൾക്ക് ലോ എൻഡ് സൂപ്പർ മാക്സ് എന്ന് പറയുന്ന ഈ സെക്ഷൻ, ഇതിൽ ഒരു റോക്ക് സ്റ്റാർ ഗെയിംസ് GTA 5 ഇതിലൊരു സെറ്റിങ്സ് XML ഉണ്ട്. ഇതിനെ നിങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങളുടെ നേരത്തെ കണ്ട ഈ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, ഡോക്യുമെൻറ്റ്സിൽ റോക്ക് സ്റ്റാർ ഗെയിംസിൽ GTA 5 ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കപ്പ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെറ്റിങ്സിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇത് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ബാക്കപ്പ് ഫയലിൽ പോയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻ്റൽ, അതായത് വീഡിയോ കാർഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ ടാഗ് കണ്ടോ,
അതിനുശേഷം Intel HD ഗ്രാഫിക്സ് ഫാമിലി. ഇത് മൊത്തത്തിൽ നിങ്ങൾ കോപ്പി ചെയ്യുക, അതായത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ വരെ കോപ്പി ചെയ്യുക. ഇതാ ഇങ്ങനെ ഇത്രയും ഭാഗം കോപ്പി ചെയ്യുക, ഇത്രയും ഭാഗം മാത്രം. താഴത്തെ സെറ്റിങ്സ് അതൊന്നും കോപ്പി ചെയ്യണ്ട. ഇത്രയും ഭാഗം നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഈ സെറ്റിങ്സ് XML ഉണ്ടോ, ഈ സെറ്റിങ്സ് XML ഇപ്പം നിങ്ങൾക്ക് Intel HD ഗ്രാഫിക്സ് എന്നാണ് കിടക്കുന്നത്. പക്ഷേ ഞാനിത് നേരത്തെ ചെയ്തുകൊണ്ടാണ്, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണിക്കുക എന്ന് വെച്ചാൽ AMD Redon അങ്ങനെ എന്തോ ഒരു സീരീസ് ഗ്രാഫിക്സ് കാർഡാണ്. അത് നിങ്ങൾ മാറ്റിയതിന് ശേഷം ഈ Intel HD ഗ്രാഫിക്സ് ഇതിലോട്ട് പേസ്റ്റ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇതിലോട്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളിത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ സെറ്റിങ്സ് ഏകദേശം കഴിഞ്ഞു. പക്ഷേ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ VRAM കൂട്ടാം. അതും കൂടെ ആ സ്റ്റെപ്പ് കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഗെയിമിൽ വർക്ക് ചെയ്യുള്ളൂ, അതായത് ലാഗില്ലാതെ വർക്ക് ചെയ്യൂ. അതുണ്ടെങ്കിൽ നിങ്ങൾ FPS കൂട്ടൂ. അപ്പോൾ അത് ചെയ്യാതെ ഈ വീഡിയോ മാത്രം കണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഉപയോഗം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ, അതായത് ആ ലോ എൻഡ് PC അതിൽ തന്നെ പിന്നെ ഒരു ഫയൽ പോലെ ഉണ്ട്, അത് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. അതായത് ഇവിടെ കമാൻഡ് ലൈൻ എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് ലോ എൻഡ് മാക്സ് എന്നാണ്. നിങ്ങളിപ്പോൾ ലോ എൻഡാണ് ഉപയോഗിച്ചെങ്കിൽ അത് ഉപയോഗിക്കാം, നിങ്ങൾ മീഡിയമാണ് ഉപയോഗിച്ചെങ്കിൽ അതിൽ കമാൻഡ് ലൈൻ ഉപയോഗിക്കാം. ലോ എൻഡ് മാക്സ് ആണ്. ലോ എൻഡ് മാക്സിൽ ഈ കമാൻഡ് ലൈൻ ടെക്സ്റ്റ് ഇത് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ GT5 എവിടെയാണോ സേവ് ചെയ്തിട്ടേക്കുന്നത്, ഇപ്പോൾ ഞാൻ ന്യൂ വോളിയം Fലാണ് സേവ് ചെയ്തിട്ടേക്കുന്നത്, അവിടെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറയുന്നൊരു ഫയൽ നിങ്ങൾക്ക് കാണാം. ഇവിടെയാണ് എൻ്റെ ഗെയിമിൻ്റെ സകല ഡയറക്ടറിയും കിടക്കുന്നത്. അപ്പോൾ ഈ കമാൻഡ് ലൈൻ ഞാൻ നേരത്തെ സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്യുമ്പോൾ റീപ്ലേസ് എന്ന് കാണിക്കും, കാണിച്ചു തരാം. ഇവിടെ പേസ്റ്റ് കൊടുക്കുമ്പം പേസ്റ്റ് കൊടുക്കുമ്പോൾ റിപ്ലേസ് ഫയലിൻ്റെ ഡെസ്റ്റിനേഷൻ എന്നാണ് കൊടുത്തത്. അപ്പോൾ അത് മാറ്റുക, അത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തോ റിപ്ലേസ് ഫയൽ ഈ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ കമാൻഡ് ലൈൻ സെലക്ട് ആവും. അപ്പോൾ ഇത്രയും കാര്യം ചെയ്യുകയാണെങ്കിൽ ഈ കുറച്ച് സ്റ്റെപ്സ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ GT5 ലാഗൊന്നും ഇല്ലാതെ റൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇതിന് പ്രൂഫിനായിട്ട് ഒരു ഗെയിം പ്ലേയും കൂടെ കാണിച്ചു തരാം. ഒരു മിനിറ്റത്തെ ഗെയിം പ്ലേ, കാരണം വീഡിയോയ്ക്ക് ലെങ്സ് വളരെ കൂടിയിപ്പം. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. Oh, that's hood. Michael and Trevor too. We grateful. You a real homie, and I love you, dawg. You too, homie. You done with this bullshit now? Almost. A couple loose ends. Aw, shit. I know that voice. You creeping on some fools, huh? Alright, nigga, will handle your candle. Lay low, my nigga. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാം. മാത്രമല്ല എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഹോം പേജിൽ വരികയും പിന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.